നമസ്കാരം. നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധതന്ത്രങ്ങളിൽ ഒന്നാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് വിശാഖപട്ടണം തീരത്ത് നടന്നത്. ആ കഥ സിനിമയേക്കാൾ ആവേശം പകരുന്ന ഒന്നാണ്. അന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ആയിരുന്നു. കടലിൽ വിക്രാന്ത് ഉള്ളിടത്തോളം കാലം ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാന് അറിയാമായിരുന്നു. വിക്രാന്തിനെ എങ്ങനെയെങ്കിലും തകർക്കണം. അതിനായി അവർ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ PNS കാസി എന്ന അത്യാധുനിക മുങ്ങിക്കപ്പലിനെ അയച്ചു. കടലിനടിയിലൂടെ ആരും കാണാതെ വന്ന് വിക്രാന്തിനെ തകർക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം മണത്തറിഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാസിയെ നേരിടാനുള്ള അത്രയും വലിയ ആയുധബലം അന്ന് ആ ഭാഗത്ത് നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു. വിക്രാന്തിനെ ഒളിപ്പിച്ചു. ആദ്യം തന്നെ വിക്രാന്തിനെ ആരും കാണാതെ ഒരിടത്തേക്ക് മാറ്റി നിർത്തി. വിക്രാന്ത് വിശാഖപട്ടണത്തുണ്ടെന്ന് ശത്രുക്കളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നാവികസേന അവിടെയുള്ള കടകളിൽ നിന്ന് വൻതോതിൽ പച്ചക്കറികളും മാംസവും ഓർഡർ ചെയ്തു. ഇത് കണ്ട പാക് ചാരന്മാർ വിക്രാന്ത് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു. വിക്രാന്ത് ആണെന്ന് തോന്നിപ്പിക്കാൻ INS രാജ്പുത് എന്ന പഴയൊരു കപ്പലിനെ തുറമുഖത്ത് നിർത്തിയിട്ടു. റേഡിയോ സന്ദേശങ്ങളും മറ്റും പിന്തുടർന്ന് കാസി വിശാഖപട്ടണത്തിന് അടുത്തെത്തി. കടലിനടിയിലൂടെ പതുങ്ങി വന്ന കാസിക്ക് അപ്പോഴൊന്നും തങ്ങൾ ചതിക്കുഴിയിലേക്കാണ് വരുന്നതെന്ന് അറിയില്ലായിരുന്നു. രാത്രി സമയം INS രാജ്പുത് കടലിൽ നിരീക്ഷണം നടത്തുകയായിരുന്നു. പെട്ടെന്ന് കപ്പലിലെ യന്ത്രങ്ങൾ വെള്ളത്തിനടിയിൽ എന്തോ ഒന്ന് ഉള്ളതായി സൂചന നൽകി. അത് ശത്രുവാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഒട്ടും വൈകിയില്ല. കപ്പലിൽ നിന്ന് കടലിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. പെട്ടെന്നുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ പാകിസ്ഥാന്റെ അഭിമാനമായ കാസി ചിന്നിച്ചിതറി. അതിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ കൂടി പൊട്ടിത്തെറിച്ചതോടെ ആ മുങ്ങിക്കപ്പൽ എന്നേക്കുമായി കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. അന്ന് ആ രാത്രി ഇന്ത്യ ആ ബുദ്ധി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിക്രാന്ത് കപ്പൽ തകരുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ 1971 യുദ്ധത്തിന്റെ ഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നു. വലിയ ആയുധങ്ങളെക്കാൾ വലിയ ബുദ്ധിശക്തിയാണ് യുദ്ധം തെളിയിക്കാൻ വേണ്ടതെന്ന് തെളിയിച്ച നിമിഷമായിരുന്നു അത്. പലപ്പോഴും യുദ്ധങ്ങൾ ജയിക്കുന്നത് തോക്കുകൾ കൊണ്ടല്ല, ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ബുദ്ധിശക്തി കൂടിക്കൊണ്ടാണ്. 1971 ഈ സംഭവം അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. പാകിസ്ഥാന്റെ പക്കൽ അന്ന് അമേരിക്ക നൽകിയ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുള്ള മുങ്ങിക്കപ്പൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്നത് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമായിരുന്നു. ഈ പരിമിതിയാണ് അതിവിദഗ്ധമായ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിലൂടെ ഇന്ത്യ മറികടന്നത്. വിശാഖപട്ടണം തുറമുഖത്ത് റേഷൻ സാധനങ്ങൾക്കായി നൽകിയ വലിയ ഓർഡറുകൾ ഒരു ചൂണ്ടയായിരുന്നു. പാക് ചാരന്മാർ ആ ചൂണ്ടയിൽ കുത്തി. വിക്രാന്ത് എന്ന ഭീമൻ കപ്പൽ അവിടെയുണ്ടെന്ന് ഉറപ്പിച്ച കാസി ഒടുവിലെത്തിപ്പെട്ടത് INS രാജ്പുത് ഒരുക്കിവെച്ച കെണിയിലേക്കാണ്. അർദ്ധരാത്രിയിൽ കടലിന്റെ നിശബ്ദത കീറിമുറിച്ച് നടന്ന ആ സ്ഫോടനം ഒരു കപ്പലിന്റെ തകർച്ചയായിരുന്നില്ല, കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. കാസി മുങ്ങിയതോടെ കടലിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഏക പിടിവള്ളിയും ഇല്ലാതായി. ഈ വിജയം നൽകിയ ആത്മവിശ്വാസത്തിലാണ് പിന്നീട് ഡിസംബർ 16 പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് മുന്നിൽ ഔദ്യോഗികമായി കീഴടങ്ങിയതും ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം പിറന്നതും. നമ്മുടെ സൈനികരുടെ മനസാന്നിധ്യവും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യതയും ഇന്ന് ലോകമെമ്പാടുമുള്ള സൈനിക സ്കൂളുകളിൽ ഒരു പാഠപുസ്തകമായി പഠിപ്പിക്കുന്നു. ഇന്നും വിശാഖപട്ടണത്തിന്റെ ആഴങ്ങളിൽ ആ പാക് കപ്പൽ ഇന്ത്യയുടെ വിജയത്തിന്റെ അടയാളമായി കിടക്കുന്നുണ്ട്. നമ്മുടെ സൈനികരുടെ ആത്മധൈര്യവും ബുദ്ധിയും കൊണ്ട് നേടിയെടുത്ത മനോഹരമായ ഒരു വിജയമാണിത്. വെബ് ഡെസ്ക് തത്വമൈ TV.